നമസ്കാരം. അപ്പൊ ഇത്രയും ദൂരം ഈ ഓഫ് റോഡ് പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ ഈ സ്കൂട്ടറൊക്കെ ഓടിച്ചിട്ട് പോയിട്ട് എവിടെയൊക്കെയോ ചെന്ന് ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ ആൾക്കാർ എന്തൊക്കെയോ ഇട്ട് ഇങ്ങനെ കുലുക്കി നിറം മാറുന്നതൊക്കെ കാണിക്കുന്നു എന്ന് പറയുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ ചില ചെമ്മീൻ ഫാമുകളാണ്. അപ്പൊ അവിടേക്കുള്ള യാത്രയാണ്. എനിക്ക് ഈ കാലിന്റെ നടക്കാനുള്ള പ്രയാസമൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എറണാകുളം മുതൽ സ്കൂട്ടറൊക്കെ ആയിട്ട് എറണാകുളം ഇതുപോലുള്ള ഫാമുകളിലേക്ക് അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള ഫാമുകളിലേക്ക് സ്കൂട്ടർ കൊണ്ട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫാമുകളൊക്കെ ഇങ്ങനെ പുഴയോരങ്ങളിലൊക്കെ ആയിരിക്കും, പൊതു നിരത്തുകളിൽ നിന്നൊക്കെ കുറേ അകലെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് സ്കൂട്ടർ തന്നെയാണ് ആശ്രയം. ആ വഴികളാണ് നീ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൊതുവിൽ കേരളത്തിലുള്ള ചെമ്മീൻ കർഷകർ അല്ലെങ്കിൽ ഉപരിജലത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നതായിട്ടുള്ള കർഷകരൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നമുണ്ട്. അതായത് മഴക്കാലത്ത് ചെമ്മീനായാലും അല്ലെങ്കിൽ ഞണ്ടായാലും അതുപോലെ മത്സ്യങ്ങളായാലും ഒക്കെ സ്ട്രെസ് ഉണ്ടാവുകയും അല്ലെങ്കിൽ അവർ ചത്തുപോകുന്നതൊക്കെ ആയിട്ട് കാണുന്ന സാഹചര്യം പൊതുവിലുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന അറിയില്ല. അതിനുള്ള രഹസ്യം ഈ ടെസ്റ്റ് ട്യൂബിലുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ. അപ്പൊ കഥ പറഞ്ഞതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഫാമുകളൊക്കെ ഉള്ളത് ഉപരിജലമുള്ള പുഴയോരങ്ങളുടെയോ അല്ലെങ്കിൽ കായൽ പ്രദേശങ്ങളുടെയൊക്കെ തീരങ്ങളിലായിരിക്കും ഉണ്ടാവുക. അതൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ കറുത്ത മണ്ണുള്ള സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും. അപ്പൊ അങ്ങനെയുള്ള കറുത്ത മണ്ണുകളുടെ സ്ഥലത്താണ് ഈ പ്രതിസന്ധികൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. ഈ കാണുന്നത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ആണ്. വെള്ളത്തിന്റെ pH ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു ടെസ്റ്റ് ട്യൂബിനുള്ളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ 1-2 തുള്ളി ഈ pH ഇൻഡിക്കേറ്റർ സൊല്യൂഷൻ ഇറ്റിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് കളർ മാറും. അത് നമ്മൾ ഈ കാണുന്ന ചാർട്ടിലെ കളറുമായിട്ട് ഒത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ, ആസിഡ് ആണോ, ആൽക്കലൈൻ ആണോ, ന്യൂട്രൽ ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം, നമ്മുടെ കുടിവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത്, ഒപ്റ്റിമം pH എന്ന് പറയുന്നത് 6.5 to 8.5 ആണെന്നാണ് പറയുന്നത്. WHO ഒക്കെ പറയുന്ന കണക്കനുസരിച്ച്. അപ്പൊ ഈ കുടിവെള്ളത്തിന്റെ pH ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുന്നത് അത് ഏത് സോയിലിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഗ്രൗണ്ട് വാട്ടർ സോഴ്സിൽ നിന്ന് വരുന്നതെന്നൊക്കെ അനുസരിച്ചായിരിക്കും ഇരിക്കുക. അപ്പൊ മത്സ്യങ്ങൾ വളരാനും ഒരു അനുയോജ്യമായ pH ഉണ്ട്. വെള്ളത്തിൽ വളരുന്നതാണ് കുറച്ച് കൂടിയ pH ആയിരിക്കും വേണ്ടത്. ഫ്രഷ് വാട്ടറിൽ വളരുന്നതിന് ന്യൂട്രൽ, അതിന് കുറച്ച് താഴേക്കൊക്കെയുള്ള pH ആയിരിക്കും അനുയോജ്യം. അതിന് മുകളിലേക്കോ താഴേക്കോ പോയി കഴിഞ്ഞാൽ ആ ജീവികളുടെ മരണത്തിനോ അല്ലെങ്കിൽ അതിനുള്ള കേടിനോ അല്ലെങ്കിൽ രോഗബാധയ്ക്കൊക്കെ ഇത് കാരണമാകും. അപ്പൊ ഇനിയുള്ള വീഡിയോ ഞാൻ നറേറ്റ് ചെയ്യുന്നില്ല, പകരം കർഷകരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ ഒരു കർഷകൻ ഫ്രഷ് വാട്ടറിൽ pH ചെക്ക് ചെയ്ത് pH ഫ്രഷ് വാട്ടർ ആണ്. 6.5 ഫ്രഷ് വാട്ടർ ആണല്ലോ. ഇനി ഈ സാധനം ഒരു കുറച്ച് പൊട്ടിച്ചെടുത്ത് ആ യെല്ലോ അതിട്ടോ അതിൽ അടിച്ചിട്ടുണ്ട്. ഡിഫറൻസ് എത്രയായി? 5 ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇത് ലേശം മതി. വെള്ളം അറിയണ്ട, അറിയില്ലേ? കുലുക്കിയോ? ഒന്നും ചെയ്യണ്ട. ഇത് വെള്ളം ഒലിച്ചിട്ട് അതിലേക്ക് വരുമ്പോൾ ആ പോയി ആസിഡായി. ചെമ്മീൻ അങ്ങ് താറാറാവും. കണ്ട അതിപ്പോൾ ഇന്നലെ മഴ പെയ്തില്ലേ? ഇന്നലെ മഴ പെയ്തുകൊണ്ട് ആസിഡ് കുറെ പോയി. അതുകൊണ്ടാണ് അത്രയും കട്ടി വരാൻ. പണ്ട് എടുത്ത വണ്ടിയാ, നമ്മളെ പുതിയതല്ലേ, നമുക്ക് നല്ലോണം ബാധിക്കും. ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നിങ്ങളെ. ഇനി ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഫാമുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ ചുവപ്പ് കളറിലൊക്കെ വെള്ളമുള്ള അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളായിരുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഫാമുകൾ ഉണ്ടാക്കുക. അതിൽ നിന്ന് ചെളി കോരിയെടുത്ത് ബണ്ട് പിടിച്ചിട്ടാണ് ഉണ്ടാക്കുക. ഈ കറുപ്പ് കളറല്ല ചുവപ്പ് കളറുള്ളത് മണ്ണിലൊക്കെ അയൺ സൾഫൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ സംഗതികൾ ഉണ്ടാകും. അതുകൊണ്ട് കറുത്ത മണ്ണും ചുവപ്പ് മണ്ണൊക്കെ ഇതിൻ്റെ അടിയിൽ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ബണ്ടുണ്ടാക്കി നമ്മൾ അടിയിൽ നിന്ന് ചെളി വെള്ളത്തിനുള്ളിൽ കിടക്കുന്നിടത്ത് അല്ലെങ്കിൽ മണ്ണിനുള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഈ സൾഫറിന്റെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കരയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ
സൾഫൈഡ് അയൺ സൾഫൈഡ് ഒക്കെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ബാക്കിയുള്ള സൾഫർ പുറത്തു വന്ന് ചെറിയ ഉപ്പ് പരലുകളൂടെ വെള്ള കളറിലിരിക്കും. പിന്നീട് അത് മഞ്ഞ കളറുള്ള സൾഫറായിട്ട് തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ സൾഫറിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ പി എച്ച് മീറ്ററിലായാലും പി എച്ച് സൊല്യൂഷനിലൊക്കെ നമുക്ക് കളർ പി എച്ച് താണ് ആസിഡായിട്ട് മാറിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് മഴ ആണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് പകരം മഴയാണ് പെയ്തതെങ്കിൽ ഈ ബണ്ടിൽ വന്നിരിക്കുന്ന സൾഫർ നേരെ ഒലിച്ച് പോണ്ടിന്റെ അടിയിലേക്ക് ഇറങ്ങി, പോണ്ടിന്റെ അടിയിലാണ് അല്ലെങ്കിൽ ഫാമിന്റെ അടിയിലാണ് നമ്മൾ ഈ ചെമ്മീനുകളൊക്കെ കാര ചെമ്മീനൊക്കെ ഉണ്ടാകുക. നമ്മൾ തീറ്റയിടുന്നത് ഫാമിന്റെ അടിയിലേക്കാണ് പോയി വീഴുക. ആ അടിത്തട്ടിലേക്ക് ആസിഡ് ഒഴുകി താഴേക്ക് ഇറങ്ങി നിൽക്കും. ഇത് വെള്ളത്തിൽ കലരാതെ താഴെ ഉണ്ടാവും. അതിലേക്ക് ഓക്സിജൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വെള്ളത്തിനടിയിൽ. അവിടെ നമ്മളെ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ തീറ്റ ആ ലെയറിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് ഒരിക്കലും ഈ ചെമ്മീൻ എടുക്കാൻ പറ്റാതെ വരും. അപ്പൊ ചെമ്മീൻ തീറ്റ കിട്ടാതെ അത് ആരോഗ്യം നഷ്ടപ്പെടും, അതിന്റെ വെയിറ്റ് കുറയും, മറ്റ് സ്ട്രെസ്സുകളിലേക്ക് കിടക്കുകയും ചെയ്യും. അതേസമയം ഈ താഴെ കിടക്കുന്നതായിട്ടുള്ള ഈ ആസിഡിനുള്ളിൽ വീണ തീറ്റ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ ചീയൽ പ്രക്രിയയ്ക്ക് വിധേയമായിട്ട് വീണ്ടും അവിടെ കറുത്ത കളറുള്ള മണ്ണോ അല്ലെങ്കിൽ ഹൈഡ്രോജൻ സൾഫൈഡ് ഒക്കെ ഉണ്ടായി വരികയും ചെയ്യും. ഇതാണ് അതിന്റെ കാരണം. लाल मतलब एसिड है पकड़ो इसका बस इतना आधा आधा ഇവിടെ ഞാൻ ഈ ഫാമിലെ 2 അതിഥി തൊഴിലാളികളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഈ ഫാമുകളിലൊക്കെ ഇപ്പോൾ കൂടുതലും അതിഥി തൊഴിലാളികളാണുള്ളത്. അപ്പൊ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ചിലപ്പം ഒരു പ്രയാസം ഉണ്ടാവും. ഇവർക്ക് എന്നെ കൊണ്ട് അറിയാവുന്ന ഹിന്ദിയിലാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. അവർ കാര്യഗൗരവമുള്ള ഒരു വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരോട് ഞാൻ പറയുന്ന ഹിന്ദി നമുക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക. कितना आया 7 है 7 का ऊपर है थोड़ा। हाँ 7 का ऊपर है थोड़ा। अच्छा है क्या? अच्छा है। हाँ आप डालिए। दे दे ना ठीक है 7 आ गया ना? 7 आ गया। 7 आ गया। वो 7.5 क्लोज करके उधर रख। दोनों मेरे को देखने दो, वो वीडियो खींचता हूँ हैं। ठीक है, इसके बाद क्या करना है? ये येलो कलर का डाल। उधर है इधर ज़्यादा है। इधर ये ना इधर से। हाँ हाँ 6 आ गया। 6 हो गया। थोड़ा और आ गया हैं? एक ही बारिश में पीएच डाउन होगा। ठीक है, एक ही बार इसमें कम है। थोड़ा और कितना आ रहा है? ये डाउन आएगा मेरे को मुश्किल है भाई। समझना आपका मुश्किल है, आप समझ गया। ठीक है, कितना आया? 5.5। 5.5 आप 5.5 अभी भी है। ठीक है 5.5 चल के क्या डालना है उसके अंदर? उसका अंदर हाँ वो जाइए। सुन ना ഒരൊറ്റ മഴയിൽ പി എച്ച് താണു പോയി എന്നാണ് അവർ പറഞ്ഞത്. അതിനുള്ള മാർഗം എന്താണ് ചെയ്യേണ്ടത്? പ്രതിവിധി അതിന് ഇതിനുള്ളിൽ കുറച്ച് കുമ്മായം അല്ല അഗ്രി ലൈം അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതിനുള്ള പ്രതിവിധിയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ये बात नहीं, कलर चेंज नहीं आएगा। ये सोल्यूशन में आएगा, आप कलर चेंज आएगा, उसमें कलर नहीं चेंज आएगा। डालेगा पूरा, बारिश आएगा तो अच्छा है। आप भी डालो, डालना। ये मिट्टी चाहिए? मिट्टी नहीं, मिट्टी नहीं, चूना। क्या है? चूना, कुम्हाई वो चूना है। कुम्माയം। वो क्या? हाँ हाँ അപ്പൊ അവർ അതിൻ്റെ ഉള്ളിലേക്ക്
വീണ്ടും കുറച്ച് കുമ്മായ ഇടുകയാണ്. അപ്പൊ പി എച്ച് കൂടുന്നത് വീണ്ടും കാണാൻ പറ്റും. क्या 9.5 है 9.5 10 पत्ता का है ये 10 कलर है यही कलर है तो क्या समझ गया सभी ये सल्फर है हाँ ये पीली 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 मिट्टी क्या है सल्फर है सल्फर है सो सल्फर के ऊपर पानी डाला है तो क्या बना रहा है वो सल्फ्यूरिक एसिड 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 तो एसिड ये पूरा बन के ऊपर क्या है एसिड है एसिड है तो एसिड को हाँ एसिड का ऊपर एसिड खराब है एसिड खराब है एसिड खराब है वो आपका जनता है एसिड खराब है तो एसिड को निकालने के लिए क्या डालना चाहिए वो हमारा वो क्या है चुनाव डालना चाहिए वो नाम डालना का ये अग्रिलाइम एग्रिल में हाँ ये नहीं वो एग्रिल में नहीं है वो कुम्मा है कुम्माई है तो कुम्माई डालना चाहिए ठीक है हाँ पूरा का पूरा बात समझ गया हैं अब आइए मेरे साथ बोतल भी लेके आ അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. സൾഫറാണ് ഈ ബണ്ടിന് മുകളിലുള്ളതെന്നും കറുത്ത മണ്ണ് കൊണ്ടുണ്ടാക്കിയ ബണ്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതിന് പിന്നീട് ഒറ്റ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡായിട്ട് പോണ്ടിന്റെ അടിയിലേക്ക് പോകും, പ്രശ്നമാവുന്നൊക്കെ ഇതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു രാത്രിയിൽ അവർ അനുഭവിച്ച വിഷയമാണ് അവർ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ അവോയ്ഡ്, ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യണം. അതായത് ബ്ലാക്ക് സോയിൽ കൊണ്ടുണ്ടാക്കി ഇതുപോലെ വെള്ള കളറോ മഞ്ഞ കളറോ ഒക്കെയുള്ള ബണ്ടുകളുള്ള സ്ഥലങ്ങളിൽ ഈ പ്രശ്നം ഉണ്ടാകാം. അപ്പൊ ബണ്ടിൽ നിന്ന് ആസിഡ് ഉണ്ടാകാം എന്നുള്ള സാധ്യത നമ്മൾ മനസ്സിലാക്കി കണ്ടുകൊണ്ട് മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ബണ്ടിൽ നിന്ന് എവിടെയൊക്കെ വെള്ളം വീണ് താഴേക്ക് ഇറങ്ങാമോ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കുമ്മായ ഉപയോഗിച്ച് നമ്മൾ പൊതിഞ്ഞ് വെക്കണം പോണ്ട്. അതല്ല എങ്കിലാണ് ഈ പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ മഴക്കാലം തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന നമുക്ക് ഈ പ്രശ്നം വരുന്നില്ല. 1 2 3 മഴയ്ക്കുള്ളിൽ ആ മുകൾ ഭാഗത്തുള്ള മണ്ണിൽ നിന്നുള്ള സൾഫറൊക്കെ ലീച്ച് ഔട്ട് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഈ കുമ്മായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ വേറൊരു വിഷയമാണ് പോണ്ടിന്റെ ഈ ബണ്ടുകൾ സാധാരണ വിണ്ട് കയറി വരാറുണ്ട്, ചെളികൾ ഉണ്ടാക്കിയ ബണ്ടുകൾ. അങ്ങനെയുള്ള ബണ്ടുകൾ നമ്മൾ നന്നായിട്ട് തേച്ച് അടച്ച് പോളിഷ് ചെയ്ത പോലെ തന്നെ വെക്കണം, മണ്ണുകൊണ്ട് തന്നെ. അപ്പോൾ ഈ വിള്ളലുകൾ കൊണ്ട് കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടാകുന്നതും അതിൽ നിന്ന് കൂടുതൽ സൾഫർ ഉണ്ടാകുന്നതും ഒക്കെ ആയിട്ടുള്ള സാഹചര്യം നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പൊ ഇത് കേരളത്തിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ മഴക്കാലത്ത് ചെമ്മീൻ ചാകുന്നതായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഞണ്ട് കരയിൽ കയറി പോകുന്ന പ്രശ്നം. ഇത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഇവിടെ പറഞ്ഞു തരാം. ഈ അപകടത്തിന് മുമ്പ് എനിക്ക് നടക്കാനുള്ള പ്രയാസം വരുന്നതിന് മുമ്പ് എന്റെ ജോലി ഇത് തന്നെയായിരുന്നു. ആളുകളിലേക്ക് എത്തുക, ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ ഫീൽഡിൽ പോയി നിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ സഞ്ചാരം ഇല്ല. അതുകൊണ്ട് ഓഫീസിൽ തന്നെ ഇരിക്കുന്നതായിട്ടുള്ള സാഹചര്യം. പക്ഷെ ഇപ്പോഴും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, ആളുകൾക്ക് ഇത് അറിയാത്തതായിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊന്നും അല്ല പറയുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കർഷകർ പ്രത്യേകം അറിഞ്ഞിരിക്കുക, ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഇനിയും ഇതേപോലുള്ള വിവരങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. പഴയ ഫുട്ടേജുകളൊക്കെ ഒന്ന് തപ്പിയെടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. അപ്പൊ കണ്ണൂരിൽ നിന്ന് ഇതുപോലെ ദൂരെയുള്ള ഫാമുകളിലേക്കുള്ള യാത്രയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും ഇതൊക്കെ ഓർമ്മകളായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളിലേക്ക് നല്ല അനുഭവങ്ങൾ, നല്ല അറിവുകളായിട്ട് പങ്കുവെക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണും വരെ നമസ്കാരം.